അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കക്ഷിയിൽപ്പെട്ട ആളുകളെ ഏത് വിധേനയും സംരക്ഷിക്കുക എന്ന് പറയുന്ന വളരെ ഹീനമായിട്ടുള്ള ഒരു തന്ത്രമാണ് ഈ പിണറായി സർക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വീകരിച്ചു കാണുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിപ്പോൾ ചട്ടങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അധികാര രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുന്ന കൊലക്കേസ് പ്രതികളെ പരോളിൽ നിർബാധം പുറത്ത് അയക്കുക എന്നത്. നമുക്കറിയാം, ഇവിടെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായിട്ടുള്ള കുഞ്ഞനന്തനും കൊടീസുനിയും ഒക്കെ കണ്ണൂർ ജയിലിൽ നിന്നും വില്ലൂർ ജയിലിൽ നിന്നും ഒക്കെ പരോൾ വാങ്ങി പുറത്തിറങ്ങി കാട്ടിക്കൂട്ടിയതായിട്ടുള്ള വിക്രികളൊക്കെയും പൊതുമാധ്യമം ധാരാളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തെളിവെടുപ്പിന് വേണ്ടിയും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും പോലീസുകാരോടൊപ്പം പോകുന്ന കൊടീസുനിയെ പോലുള്ള പ്രതികൾ വഴിയിൽ ഹോട്ടലിൽ കയറി ഭക്ഷണവും മദ്യവും കഴിക്കുന്നു, അതിന് കാവലായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുകയും ചെയ്യുന്ന അത്യന്തം ഭീകരമായിട്ടുള്ള കാഴ്ച കണ്ട ഒരു സമൂഹമാണ് കേരളത്തിലെ. നോക്കണം, അധികാരത്തിന്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ചട്ടങ്ങളെയും മറികടന്നുകൊണ്ട് ഒരു സർക്കാർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ ക്രമസമാധാന നില എത്ര തകർന്നിരിക്കുന്നു എന്നത് അത് വെളിപ്പെടുത്തും എന്നത് കേവല യാഥാർത്ഥ്യമാണ്. ഏറ്റവും ഒടുവിലായി വരുന്നതായ വാർത്തയാണ് കുപ്രസിദ്ധമായിട്ടുള്ള പെരിയ കൊലക്കേസിലെ, അതായത് 2 യുവ കോൺഗ്രസ് നേതാക്കളായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും പ്രതിയായിട്ടുള്ള പീതാംബരൻ ഇപ്പോൾ പരോൾ വാങ്ങി പുറത്തിറങ്ങാനായി എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്താണ് ഇതൊക്കെ വെളിപ്പെടുത്തുന്നത്? കൊലക്കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിയമ സംവിധാനമാണോ യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തുണ്ടാകേണ്ടത്? ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ശരി, ക്രിമിനൽ കുറ്റവാളികളെ അർഹിക്കുന്ന തരത്തിൽ ശിക്ഷാ നടപടികൾ നടത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് നിയമപരമായി ഒരു ഭരിക്കുന്ന സർക്കാരിനുള്ളത്. കൊലക്കേസ് പ്രതികളെ യഥേഷ്ടം സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് തുറന്നുവിട്ട് തങ്ങളുടെ അധികാരത്തിന്റെ ഗർവ് കാണിക്കുന്നത് സാമാന്യ മര്യാദയ്ക്കും ധാർമ്മികതയ്ക്കും രാഷ്ട്രീയ സദാചാരത്തിനും നിലനിൽക്കുന്നതല്ല എന്ന സത്യം സർക്കാർ തിരിച്ചറിയാതെ പോകുന്നത് അത്യന്തം ഖേദകരമാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൊലക്കേസ് പ്രതികൾക്ക് യാതൊരു വ്യവസ്ഥയുമില്ലാതെ പരോൾ അനുവദിക്കുന്നതിന് സർക്കാർ കൂട്ടുനിൽക്കുകയും അതിനോട് ചേർന്നുകൊണ്ട് കുറെ ഉദ്യോഗസ്ഥന്മാരെ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാവുന്ന അപരാധമല്ല എന്ന് പൊതുസമൂഹം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും പ്രതിയായ സേതുമാധവന് പരോൾ കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൊടീസുനിക്കും അതുപോലെ കുഞ്ഞനന്തനുമൊക്കെ പരോൾ കൊടുത്ത സാഹചര്യം കൂടെ ജനങ്ങൾ ഓർത്തുപോകുന്നുള്ളു. ഒരു സമയത്ത് നമ്മൾ കണ്ടതാണ് കൊലക്കേസ് പ്രതികളുടെ അവരുടെ പരോൾ കഴിഞ്ഞ് ജയിലിലേക്ക് ആഘോഷപൂർവം അയച്ചതായിട്ടുള്ള കാഴ്ച. ആ ആഘോഷപൂർവ്വ യാത്രയിൽ അതിന് മേൽനോട്ടം വഹിച്ചതും ഉദ്ഘാടനം ചെയ്തതും CPM-ലെ ഒരു മുൻ മന്ത്രിയാണ്, ഒരു വനിതാ മന്ത്രിയാണ് എന്നത് ആ ഗൗരവം എത്രയേറെ വർദ്ധിപ്പിക്കുന്നു എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശ്രീമതി KK ശൈലജയുടെ അധ്യക്ഷതയിലാണ് ഈ കൊലക്കേസ് പ്രതികളെ ആഘോഷത്തോടുകൂടി വിജയ ശ്രീലാളിതരായി ജയിലിലേക്ക് മടക്കി അയച്ച കാഴ്ച കേരളത്തിലെ പൊതുസമൂഹം കണ്ടത്. അപ്പോൾ ഈ തരത്തിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട കൊലപാതകികളെയും അതുപോലെ തന്നെ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെട്ടവരെയും സ്വർണ്ണ കള്ളക്കടത്തുകാരെയും അതുപോലെ എന്തെല്ലാം അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്യുമോ അങ്ങനെയുള്ളവരെയും നിയമം ലംഘിക്കുന്നവരെയും ഒക്കെ സംരക്ഷിക്കുന്നത് എത്ര ഹീനമായിട്ടുള്ള ഒരു ഭരണരീതിയാണ് എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഭരണകൂട ഭീകരതയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അല്പമെങ്കിലും രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ, നീതി നിർവഹണത്തിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ഈ തരത്തിൽ അനർഹരായിട്ടുള്ള കൊലക്കേസ് പ്രതികളെ യാതൊരു നിയന്ത്രണവുമില്ലാതെ പരോളിന്റെ പേരിൽ പുറത്തേക്ക് പറഞ്ഞയക്കുന്നത് അവസാനിപ്പിക്കണം. ഇവിടെ നമ്മൾ കണ്ടതാണ് പല ജയിലുകളിലും യഥേഷ്ടം, ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുണ്ടായിസം പോലും കാണിക്കാൻ ചില കൊലക്കേസ് പ്രതികൾ തുനിയുന്നത്. അവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, എല്ലാത്തരം സ്വാതന്ത്ര്യവും അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് ക്രിമിനൽ കേസിൽ പ്രതികളായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണത്തിൽ കഴിയുന്നത്. കുറെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ വെറും നോക്കുകുത്തികളായി നിൽക്കുന്നു. യാതൊന്നും ചെയ്യാൻ കഴിയാതെ ഭീഷണിക്ക് വിധേയപ്പെട്ടുകൊണ്ട് വല്ലാത്ത ഒരു അവസ്ഥയിൽ, മാനസികാവസ്ഥയിലാണ് പല ജയിൽ ഉദ്യോഗസ്ഥന്മാരും കഴിയുന്നത്. അങ്ങനെ അല്ലാത്തവർ ഭരിക്കുന്ന സർക്കാരിന്റെ വാഴ്ത്തുപാട്ടുകാരായി കുറെ ജീവനക്കാർ അധപ്പതിച്ചിരിക്കുന്നു. ഇവരുടെ എല്ലാം ഒത്തുകളിയാണ് ഇത്തരം ക്രിമിനലുകൾക്ക് യഥേഷ്ടം ജയിലറയ്ക്കുള്ളിൽ പ്രവർത്തിക്കുവാനും ടെലിഫോൺ ഉപയോഗിക്കുവാനും മയക്കുമരുന്ന് ഉപയോഗിക്കുവാനും യാതൊരു വ്യവസ്ഥയുമില്ലാതെ മാസങ്ങളോളം പരോൾ നേടിക്കൊണ്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങി വിഹരിക്കാനും കഴിയുന്നത് എന്നത് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഇത് അവസാനിപ്പിക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു. അത് ഇനിയെങ്കിലും ഉണ്ടാകും. ഇനിയും തിരുത്താൻ ഒരു പക്ഷേ സമയമില്ല. കഷ്ടിച്ച് 6 മാസം കൂടി മാത്രമേ ഭരണരംഗത്തുള്ളൂ. പക്ഷേ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ടെന്നും അതിന് തിരിച്ചടി വാങ്ങിയെടുക്കാൻ ഒരു പക്ഷേ CPM-ന് കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് പച്ച പരമാർത്ഥം. അതാണിപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർഹരായിട്ടുള്ള ആളുകളെ മാത്രം പരോൾ കൊടുത്തിട്ട് ന്യായമായ കാരണങ്ങൾ തക്കതായ കാലഘട്ടത്തിലേക്ക് മാത്രം കൊടുത്തുകൊണ്ട് നിയമം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന, ജയിൽ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയും തയ്യാറാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ഇതിന്റെ പേരിൽ കൂടി വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം.